ഈ ഡിജിറ്റൽ യുഗത്തിൽ ഫോണും ഒരു വാഹനവും ഉണ്ടെങ്കിൽ ആർക്കും ഗിഗ് തൊഴിലാളികളാകാൻ കഴിയും. തൊഴിലില്ലായ്മ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ 2029-30 രാജ്യത്ത് ഇവരുടെ എണ്ണം 2.3 കോടി ആയേക്കുമെന്നാണ് കണക്കുകൂട്ടപ്പെടുന്നത്. ഇപ്പോൾ 77 ലക്ഷത്തോളം പേർ നിലവിലുണ്ട്. സംസ്ഥാനത്ത് യുവതികൾ ഉൾപ്പെടെ 2 ലക്ഷത്തോളം ഗിഗ് തൊഴിലാളികളും നിലനിൽക്കുന്നുണ്ട്. ഓർഡർ അനുസരിച്ച് ഭക്ഷണവുമായി പാഞ്ഞെത്തുന്ന ഓൺലൈൻ ഭക്ഷണ വിതരണ തൊഴിലാളികൾക്ക് വിശ്രമത്തിനായുള്ള ഒരു സൗകര്യവുമില്ല. ഹോട്ടലുകൾക്ക് മുമ്പിലോ റോഡ് വക്കിലോ മറ്റും ഇവർക്ക് കാത്തു നിൽക്കേണ്ട അവസ്ഥയാണ് നിലനിൽക്കുന്നത്. ടോയ്ലറ്റ് ഉപയോഗിക്കണമെങ്കിൽ പോലും ഹോട്ടലുടമ ഒന്ന് കനിയേണ്ടി വരും. ഭക്ഷണം എത്തിക്കേണ്ട ദൂരത്തിനനുസരിച്ചാണ് ഇവരുടെ പ്രതിഫലം ലഭിക്കുന്നത്. മാത്രമല്ല ഇന്ധനച്ചെലവ് സ്വയം വഹിക്കുകയും വേണം. പ്രതിദിനം 700 മുതൽ 1200 വരെ ഇവർക്ക് ലഭിക്കുന്നുണ്ട്. ഇതിൽ കൂടുതൽ സമ്പാദിക്കുന്നവരുമുണ്ട്. ഗിഗ് തൊഴിലാളികൾക്ക് പ്രത്യേകം തൊഴിൽ നിയമങ്ങളൊന്നുമില്ല. ആരോഗ്യമുള്ളിടത്തോളം ജോലി ചെയ്യാമെന്നല്ലാതെ യാതൊരുവിധ തൊഴിൽ സുരക്ഷയും ഇവർക്കില്ല. മുതലാളി തൊഴിലാളി തുടങ്ങിയ ബന്ധങ്ങളുമില്ല. അടിസ്ഥാന ശമ്പളം, PF, ESI, ഓവർടൈം ആനുകൂല്യങ്ങളും ഒന്നും ഇവർക്ക് ലഭിക്കുന്നില്ല. മാത്രമല്ല തൊഴിലാളികൾ സംഘടിതരുമല്ല. ഇവരുടെ ജോലിയിൽ വേഗത്തിന് പ്രാധാന്യം നൽകുന്നതിനാൽ അതിൻ്റെതായ സമ്മർദ്ദവും ഇവർക്കിടയിലുണ്ട്. അതിവേഗം സഞ്ചരിക്കേണ്ടതിനാൽ അപകട സാധ്യതകളും വളരെയധികം കൂടുതലാണ്. പ്രതിഫലവും ജോലി വ്യവസ്ഥകളും വളരെയധികം വ്യത്യസ്തവുമാണ്. അതേസമയം ബോസിനെ ഭയക്കാതെ സ്വാതന്ത്ര്യത്തോടെ ജോലി ചെയ്യാൻ കഴിയും. ജോലിക്ക് ഇഷ്ടമുള്ള സമയം ഇവർക്ക് തിരഞ്ഞെടുക്കാം. ബാക്കി സമയവും മറ്റു ജോലികളാകാം എന്നതൊക്കെ ഗിഗ് തൊഴിലാളികളെ ആകർഷിക്കുന്ന പ്രധാന ഘടകങ്ങളാണ്. ഇത്തരത്തിൽ ഗിഗ് തൊഴിലാളി ക്ഷേമത്തിന് നിയമമുണ്ടാക്കാനുള്ള ശ്രമത്തിലാണിപ്പോൾ കേരളം. 2021 കർണാടക ഈ നിയമം പാസാക്കിയിരുന്നു. 2020 ക്ഷേമനിധി ഉണ്ടാക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുകയും ചെയ്തു.